കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന ഈ സായം സന്ധ്യയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം സംസാരിപ്പാൻ ദൈവം നൽകിയ സാവകാശനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസലിൻ സുരേഷ് ഈറോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുവേശുവിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം നമ്മൾ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 15 വാക്യമാണ് വായിക്കുന്നത്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. പ്രിയരെ, നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. കൽദയരുടെ ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഉൽപ്പത്തി 12:1 നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ പോക. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം അബ്രഹാം കുടുംബത്തെയും ചാർച്ചക്കാരെയും വിട്ട് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇറങ്ങുകയാണ്. നമുക്കറിയാം, അബ്രഹാമിൻ്റെ ഭാര്യയുടെ പേരാണ് സാറായി. അബ്രാം ഓർ സാറായി. അവരെ വൃദ്ധരാണ്, അവർക്ക് മക്കളൊന്നുമില്ല. എന്നാൽ അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കുമെന്നാണ് ദൈവത്തിൻ്റെ ആലോചന. അബ്രഹാം ഈ വാഗ്ദത്തം വിശ്വസിച്ചു പൂർണ്ണമായി. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. വാഗ്ദത്തം ഒട്ടും നിറവേറിയില്ല. ഒടുവിൽ സാറ എന്തെന്ന് ചോദിച്ചാൽ, സാറാ ചെയ്ത തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് കൊടുക്കുകയാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണാൻ കഴിയുന്നത്, ഗർഭിണിയായ ഹാഗാർ സാറ എപ്പോഴും കുറ്റപ്പെടുത്താനും പഴിക്കാനും തുടങ്ങി. അവസാനം ഹാഗാർ ചെയ്തത് മരുഭൂമിയിലേക്ക് അവൾ ഓടിപ്പോകുന്നതായിട്ട് നമ്മളോട് കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 8 വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ പറയുന്നു, സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തി സാറായെ വിട്ട് ഓടിപ്പോവുകയാണ്. സാറായെ ഭയന്ന് ഹാഗാർ എന്താണ് ചെയ്തത്? മരുഭൂമിയിൽ ഓടിപ്പോകുന്നു. എന്നാൽ ദൂതൻ പറയുന്ന ഒരു വാക്കുണ്ടൂടെ, എന്തെന്ന് ചോദിച്ചാൽ 16 അധ്യായം 9 വാക്യത്തിൽ, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ നീ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനെ മടക്കി അയക്കുന്നതായിട്ട് നമ്മളോട് കാണാൻ കഴിയുന്നതാണ്. ദൂതൻ പിന്നെയും പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിച്ച് ഒരു മകനെ നിനക്ക് നൽകും. യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം. ദൈവം ആ സന്തതിയുടെ പേരും കൂടെ പറഞ്ഞു കൊടുത്തു, ഇസ്മായേൽ. ഇവിടുന്ന് ദൈവത്തെ ഇവിടെ നമ്മൾ കാണുന്നത്, ദൈവത്തെ മുഖാമുഖം ഹാഗാർ മരുഭൂമിയിൽ കാണുകയാണ്. പ്രിയമുള്ളവർ, ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ തൻ്റെ യജമാനത്തിൽ തന്നെ പുറത്താക്കിയ അവസ്ഥയിൽ മരുഭൂമിയിൽ തനിക്ക് സഹായത്തിനാരുമില്ല. പക്ഷേ ദൈവത്തെ അവിടെ നേരിട്ട് ഹാഗാർ കാണുകയാണ്. നമുക്കറിയാം, കരുതുന്ന ഒരു ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം, ആശ്വാസത്തിന്റെ കരം നീട്ടുന്ന ദൈവം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹാഗാറിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു ദൈവദൂതൻ തന്റെ ആവശ്യപ്രകാരം അവൾ മടങ്ങിപ്പോയി. പിന്നീട് നാം കാണുന്നത് ഹാഗാറിന് ഒരു കുട്ടി അവിടെ ജനിക്കുക. അതുപോലെ തന്നെ അബ്രഹാമിനോട് വീണ്ടും ഹാഗാറിനെയും കുട്ടിയെയും പുറത്താക്കുവാൻ സാറ ആവശ്യപ്പെടുകയാണ്. പ്രശ്നങ്ങൾ തീരുന്നില്ല. പ്രശ്നം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. വീണ്ടും ഹാഗാർ തകരുന്ന അവസ്ഥയിലേക്ക് എത്തി. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അവിടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്, അവൾ എന്താണ് എടുത്തത്? അബ്രഹാം തൻ്റെ ദാസിയായ ഹാഗാറിനെ, അവിടെ എഴുതിയിരിക്കുന്ന, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊണ്ട് അവൾ പുറപ്പെട്ടു പോയി. അവൾ ബേർശേബ മരുഭൂമിയിൽ
ഉഴന്നു നടന്നു. ശേഷം അവൾ ഒരു കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിട്ടു. അവൾ പോയി അതിനരികെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ്, എന്നാൽ സർവശക്തനായ ദൈവം, കരുതുന്ന ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം അവളെ സഹായിക്കുവാൻ വീണ്ടും കടന്നു വരികയാണ്. അവൾ കയ്യിലുണ്ടെന്ന അപ്പം തീർന്നു, തുരുത്തിയിലെ വെള്ളം തീർന്നു, കുട്ടി മരിക്കുന്ന അവസ്ഥയിലായി. ഒരു കുറുങ്കാട്ടിന് തണലിൽ കുട്ടിയെ ഇട്ടോട്ട് എനിക്കെന്റെ കുട്ടിയുടെ മരണം കാണുവാൻ കഴിവില്ല എന്ന് പറഞ്ഞൊരു അമ്പൻപാട് ദൂരത്ത് പോയി ഹാഗാർ കരയുന്ന ഒരു കാഴ്ച. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഭാരങ്ങളും പ്രയാസങ്ങളും തകരുന്ന അവസ്ഥകളും ഉണ്ടാകും. ആശ്വസിപ്പിക്കുന്നവർ പോലും നമ്മളെ കൈവിടും. ഇന്നലെ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവർ നമ്മൾക്കെതിരായിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങും. ആശ്വാസത്തിന്റെ കരങ്ങൾ, ആശ്വാസത്തിന്റെ എല്ലാ വാതിലുകളും അടയും. അതേ രീതിയാണ് ഇവിടെ ഹാഗാറിനും സംഭവിച്ചത്. ഹാഗാറിനെ ആശ്വസിപ്പിക്കാൻ അവിടെ ആരുമില്ല. എന്നാൽ 21 അധ്യായം 17 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വീണ്ടും ഹാഗാറിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഹാഗാറിനോട് ഇങ്ങനെ പറയുന്നു, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അവിടെ ഒരു നീരുറവ അവൾ കാണുകയാണ്. ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനോട് വീണ്ടും സന്ദർശിച്ചിട്ട് പറയുന്നു, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയരെ, കരുതുന്ന ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. മരുഭൂമിയാണെങ്കിലും ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്, ഇതാ ദൈവത്തിന്റെ ദൂതൻ അവിടെ കടന്നു വരികയാണ്. ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു നീരുറവ അവൾ കാണുകയാണ്. പ്രിയരെ, ഈ സംഭവത്തിൽ നിന്ന് 4 ചെറിയ പോയിന്റ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഗോഡ് സീസ് ആൻഡ് നോസ് ഓൾ ഓഫ് us. ദൈവം നമ്മളെ കാണുന്നു, ദൈവം നമ്മളെല്ലാവരെയും അറിയുന്നു. ഇവിടെ നമുക്കറിയാം, നാം ആരായിരുന്നാലും, നാം എവിടെയായിരുന്നാലും, പ്രിയമുള്ളവരെ, നാം കർത്താവിന്റെ കരവലയത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്, എനിക്കാരുമില്ല, എന്നെ കാണാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന്. നമ്മുടെ ഏത് ചെറിയ ആവശ്യത്തിൽ പോലും നമ്മളെ കരുതുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് നമ്മൾക്ക് വേണ്ടി ഉണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈജിപ്ഷ്യനിലെ ഒരു അടിമ സ്ത്രീ ആയിരുന്നു ഈ ഹാഗാർ. അവൾ ആരാണെന്നും അവളുടെ അവസ്ഥ എന്താണെന്നും ദൈവത്തിനറിയാം. നമ്മെക്കുറിച്ച് ചുറ്റുപാടുകൾക്കുള്ള വലിയ പിടിയൊന്നുമില്ല. ആസ്പടോസ് ആളുകൾക്ക് നമ്മളെക്കുറിച്ച് അറിവില്ല, നമ്മുടെ നെയ്ബേഴ്സിന് നമ്മളെ അറിയില്ല. പക്ഷേ ദൈവത്തിന് നമ്മളെ അറിയാം, നമ്മൾ വിശ്വസിക്കണം. കാരണം എന്താ? ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും നാം കരയും, പലപ്പോഴും നമ്മൾ ദുഃഖിക്കും, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ദൈവം നമ്മളെ കാണുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്കറിയാം, അവൾ സാറായുടെ അരികിൽ നിന്ന് ഓടി മരുഭൂമിയിൽ അവൾ ഉഴന്നു നടന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ ദൂതനെ അവൾ തിരിച്ചറിയുന്നു. മരുഭൂമിയുടെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ചെങ്കലിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? പത്മോസിന്റെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ, ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ദൈവത്തെ നമുക്ക് മുഖാമുഖം കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെ ദൈവത്തിന്റെ ദൂതൻ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മൾ തകർന്ന അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ ആശ്വാസമായി വഴികൾ തുറന്നുകൊണ്ട് അവൻ നമ്മുടെ അടുത്ത് കടന്നു വരും. നമ്മളെ കണ്ടിട്ട് മുഖം മറയ്ക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആശ്വാസത്തിന്റെ കരവുമായി കടന്നു വരുന്നവനാണ് നമ്മുടെ ദൈവം. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 13 വാക്യത്തിൽ ഇവിടെ ഹാഗർ ചോദിക്കുകയാണ്, എവിടെ? എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞു. അവളെ മുമ്പൊന്ന് കണ്ടതായി ദൂതൻ, ആ ദൂതൻ തന്നെ വീണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്ന് അവൾ പറയാണ്, എന്നെ കണ്ടവൻ ഇവിടെയും കടന്നു വരുന്നല്ലോ. യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നുവെന്ന് പേർ വിളിച്ചു,
എബ്രായ ഭാഷയിൽ എൽ റോയി. എൽ റോയി എന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നവൻ എന്ന് അവൻ ദൈവത്തെ വിളിക്കുകയാണ്. പ്രിയരെ, നിന്റെ പരിസ്ഥിതിയിൽ, നിന്റെ തകർന്ന അവസ്ഥയിൽ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നുണ്ടോ? നിനക്ക് ദൈവത്തെ മുഖം കാണുവാൻ കഴിയുന്നുണ്ടോ? അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിഷയം, പ്രശ്നമെന്ന് പറയുന്നത്. നിന്റെ രോഗാവസ്ഥയിൽ, നിന്റെ കടബാധ്യതയിൽ, നിന്റെ ഇല്ലായ്മയിൽ ആ കർത്താവിനെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇവിടെ നോക്കുക, അവൾ ആ ദൂതനെ രണ്ടാമതും കാണുകയാണ്. നമുക്കറിയാം മരുഭൂമിയിൽ, നമുക്കറിയാം ഹാഗാറിന് വെളിപ്പെട്ട ദൈവം, മോറിയ മലയിൽ അബ്രഹാമിന് വെളിപ്പെട്ട ദൈവം, യാബോക്കും കടൽ തീരത്ത് വെച്ച് വെളിപ്പെട്ട ദൈവം. നമുക്കറിയാം ഒരു രാത്രി മുഴുവൻ ഒരു മല്ലയുദ്ധം നടത്തി. ആര്? യാക്കോബ്. അതുപോലെ തന്നെ മോശയ്ക്ക് മുൾപടർപ്പിൽ വെളിപ്പെട്ട ദൈവം, ഗിദെയോന് വെളിപ്പെട്ട ദൈവം. പ്രിയമുള്ളവരെ, യെശയ്യാ 16-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യേശയ്യാവിന് ദൈവം സ്വദൈവിക സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. തീർന്നില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോയോട് ചോദിച്ചേ, അവർ ആ ദൈവത്തെക്കുറിച്ച് പറയും. തീച്ചുകളുടെ അനുഭവത്തിൽ അവർ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ആ തീച്ചുകളിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്, മനുഷ്യപുത്രനോട് സാദൃശനായവൻ. പ്രിയമുള്ളവരെ, നിന്റെ ഭാരങ്ങളിൽ, നിന്റെ ഏറ്റവും തകർന്ന അവസ്ഥയിൽ നിന്നെ ആശ്വസിപ്പിക്കാനായി, നിന്നെ താങ്ങുവാൻ, നിന്നെ രക്ഷിക്കുവാൻ നിന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ? നീ കണ്ണു തുറന്ന് നോക്ക്. നിന്നെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം നീ കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയും. ആശ്വാസത്തിന്റെ കരം മനുഷ്യനിൽ നിന്നല്ല, മറിച്ച് ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുന്നവരാണ്. ഇവിടെ എന്തോ ശത്രു പറയുന്നറിയാമോ? നമ്മെ നോക്കി ശത്രു പറയുക, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, നിന്നെ സഹായിക്കാൻ ആരും കടന്നു വരില്ല, നിന്റെ രോഗത്തിന് ഭേദമുണ്ടാവില്ല, നിന്റെ കടബാധ്യതകൾ ഇനി കൂടും. നാനാവിധ പ്രശ്നങ്ങൾ കൂടെ നമ്മൾ കുഴയുമ്പോൾ, പ്രിയമുള്ളവരെ, ഹഗാർ ചെയ്തതുപോലെ നീ ആ ദൈവത്തെ തിരിച്ചറിയണം, ദൈവത്തെ നീ കാണണം. അവളെ സഹായിക്കുവാൻ കർത്താവ് അവിടെ, ദൈവത്തിന്റെ ദൂതൻ അവിടെ കടന്നു വരികയാണ്, നേരിട്ട് വരികയാണ്. അവൻ നമ്മളെ കണ്ടിട്ട് മറികടന്നു പോകുന്നവനല്ല, അവൻ നമ്മൾ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ ആശ്വാസത്തിന്റെ കരവുമായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ദൈവമാണ്. അതാണ് കർത്താവ്. പ്രിയമുള്ളവരെ, മറ്റൊരു പോയിന്റ്, റണ്ണിങ് അവേ ഫ്രം അവർ പ്രോബ്ലംസ് ഈസ് റെയർലി ദ ആൻസേഴ്സ്. നാം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയാലും, പ്രശ്നങ്ങളിൽ വരുമ്പോൾ ഒളിച്ചോടിപ്പോകലല്ല, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഹാഗാറിനെ പോലെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, അവൾ ദൈവശബ്ദം കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, നിനക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുമോ? ദൈവത്തെ മുഖാമുഖം കാണുവാൻ കഴിയുമോ? നീ നിന്നെ കണ്ണു തുറക്ക്. ഏറ്റവും തകർന്ന അവസ്ഥയിൽ ഹാഗാർ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അവൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൾ കണ്ട ദൈവത്തെ അവൾ അനുഗമിക്കുന്നു, അവൾക്ക് ഒരു മകൻ ജനിക്കുക. ഏത് പ്രതിസന്ധിയിലായാലും നാം ദൈവശബ്ദം കേൾക്കുന്നവരാണോ? നാം ദൈവവചനം അനുസരിക്കുന്നവരാണോ? ദൈവത്തിന്റെ വഴിയിൽ കൂടാണോ നമ്മുടെ യാത്ര? അത് ലോകക്കാരെ പോലെ, ജാതികളെ പോലെ മാറത്തടിക്കുന്ന അനുഭവമല്ല, മറിച്ച് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുകയാണ് വേണ്ടത്, ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് വേണ്ടത്. ആ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവരാ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നയമാന്റെ കുഷ്ഠരോഗം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രവാചകൻ പറഞ്ഞു 7 പ്രാവശ്യം മുങ്ങണമെന്ന് പറഞ്ഞു. എന്നാൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ്
നയമാന സൗഖ്യം വന്നത്. നാം ദൈവവചനം പൂർണ്ണമായി അനുസരിച്ചാൽ വിടുതൽ നിശ്ചയമാണ് പ്രിയമുള്ളവരെ. ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡൊന്നുമില്ല. ദൈവത്തിന്റെ വചനം അപ്പടി നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ ആശ്വാസവും വിടുതലും അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൗഖ്യവും അത്ഭുതവും അതുപോലെ തന്നെ എല്ലാം തന്നെ പ്രിയമുള്ളവരെ ആ പിന്നാലെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും, നാം നിരാശരാകും. പക്ഷെ ഒളിച്ചോടുകയല്ല വേണ്ടത്, വിശ്വാസം കുറയല്ല വേണ്ടത്, ദൈവത്തെ തള്ളുകയല്ല വേണ്ടത്. അടുത്ത ചാപ്റ്റർ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നു നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ പദ്ധതിയെ നാം തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, അടിയനീതാ എന്ന് ശമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി, ദൈവത്തിന്റെ വഴിക്ക് വേണ്ടി, ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം പ്രവർത്തിക്കട്ടെ. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, ഗോഡ് ക്യാൻ യൂസ് അവർ മിസ്റ്റേക്സ്. ദൈവത്തിന് നമ്മുടെ തെറ്റുകളാണെങ്കിൽ പോലും അതിനെ ഉപയോഗിക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം അബ്രഹാമിന് നൽകിയ ഒരു വലിയ രാഷ്ട്രമായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം. അതിൽ ഹാഗാർ റിയലി ഉൾപ്പെട്ടിരുന്നില്ല. ഹാഗാർ ദൈവത്തിന്റെ പ്ലാനിലുള്ളതല്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് അബ്രഹാമും സാറായും ചെയ്ത പാപത്തിന്റെ ഫലമാണ് റിയലി ഇന്ന് ഹാഗാർ അനുഭവിക്കുന്ന കുഴപ്പങ്ങൾ. എത്ര വലുതായാലും പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ തെറ്റുകൾ നോക്കും. എത്ര വലുതായാലും ദൈവം നമ്മളോട് ക്ഷമിക്കുന്നവനാണ്. മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കറിയാം. സ്വർഗീയ പിതാവ് തന്റെ പിതാവിനെ ഉപേക്ഷിച്ച് അവൻ ദൂരെ പോയി. എന്നാൽ അവൻ സുബോധം വന്നപ്പോൾ അവൻ മടങ്ങി വന്നു. ആ പിതാവ് അവനെ ഓടിച്ചു വിട്ടില്ല. ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് മാറോട് ചേർക്കുന്ന ഒരു പിതാവ്, ഒരു സ്വർഗീയ പിതാവ് ഇതുപോലെയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഏത് ഭാരത്തിലും, നമ്മുടെ ഏത് വിഷയത്തിലും, നമ്മുടെ ഏത് തെറ്റിലും ആ കർത്താവ് നമ്മളെ തള്ളുന്നവനല്ല. ആ സ്വർഗീയ പിതാവ് നമ്മളെ ഉൾക്കൊള്ളാൻ, നമ്മളെ ചേർക്കുവാൻ അവൻ മനസ്സുള്ളവനാണ്. അവൻ തള്ളുന്നവനല്ല. ലോകക്കാർ നമ്മളെ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, അപമാനിക്കും, ഇൻസൾട്ട് ചെയ്യും. എന്നാൽ ദൈവം നമ്മളെ ഒരിക്കലും പ്രിയമുള്ളവരെ തള്ളുന്നതിനാൽ അല്ല നമ്മൾ വിശ്വസിക്കണം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന് 18-ാം വാക്യം വായിക്കുമ്പോൾ, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും. ദൈവം അവളുടെ കണ്ണ് തുറന്നു. എന്തോ അടുത്തു? ഇതുവരെ അവളുടെ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. അവൾക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. പലരുടെയും ചുറ്റിൽ അത്ഭുതങ്ങളുണ്ട്, സൗഖ്യമുണ്ട്, അടയാളങ്ങളുണ്ട്, അത് കാണാനുള്ള കഴിവില്ല. 2 എലികൾ, ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്. ഒരു അരിച്ചാക്ക, ഒരു എലി അതിന് കീഴേ ഇരിക്കുക, ഒരെണ്ണം അതിൻ്റെ മുകളിലിരിക്കുക. കീഴേ ഇരിക്കുന്ന ആ എലി അരിച്ചാക്കി നരി നിന്നുകൊണ്ടിരിക്കുക. മുകളിലൊരു എലിയുണ്ട്, അതും അരിച്ചാക്കിന്റെ മുകളിലാണ്. അതെപ്പോഴും കരയുക, അയ്യോ ഒന്നുമില്ലേ, ഒന്നുമില്ലേ, കാണുന്നില്ലേ, ഒന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അടിയിരുന്ന എലി പറയുക, നീ കണ്ണു തുറന്ന് നോക്ക്, നിന്റെ മുമ്പിൽ തന്നെ അരിച്ചാക്ക് ഉണ്ട്, അരിയുണ്ട്, നിനക്ക് ആഹാരമുണ്ട്. ചിലർക്ക് അങ്ങനെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുന്നില്ല, നന്മകളെ കാണാൻ കഴിയുന്നില്ല. അവരെപ്പോഴും പിറുപിറുക്കുന്നവരാ. അവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ ശക്തിയെ കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സൗഖ്യം നീ കാണ്, നന്മകളെ നീ കാണ്, അനുഗ്രഹങ്ങളെ നീ കാണ്, നിന്റെ മുമ്പിലുണ്ട്. ഇവർ നോക്കുക, ഹഗാർ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ എന്താണ് അവൾ കാണുന്നത്? അവൾ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കാണുകയാണ്. കുട്ടി വെള്ളമില്ലാതെ മരിക്കാൻ പോവുകയാണ്. ആ കുട്ടിക്ക് ആശ്വാസമായി ദൈവം അവിടെ ഒരു നീരുറവ തുറക്കുകയാണ്. അനുഗ്രഹം കാണുവാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ തുറക്കണം. കർത്താവിനെ ശരിക്ക് കാണണം, വചനം അനുസരിക്കണം, വചനം പാലിക്കണം, വചനം നമ്മൾ ഫോളോ ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ തെറ്റുകൾ ചെയ്ത ശിഷ്യന്മാർ, പിന്മാറ്റക്കാരായവരെ
അവരെയൊക്കെ കർത്താവ് എങ്ങനെ വിളിച്ചെന്നറിയാമോ? കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്, കുഞ്ഞുങ്ങളെ. പ്രിയമുള്ളവരെ, യഥാസ്ഥാനപ്പെടുത്തുവാൻ അവൻ ശക്തനാണ്. അറിഞ്ഞും അറിയാതെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ, കുറ്റങ്ങളെ ഒന്നും നമ്മൾ കർത്താവിന് ഇതൊക്കെ അറിയാം. കർത്താവ് അതെല്ലാം മനസ്സിലാക്കുന്നവനാ, അവൻ അത് പൊറുക്കുന്നവനാ. പക്ഷെ ഒരു കാര്യം, മുടിനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ നീ മടങ്ങി വാ. നിന്റെ തെറ്റുകളും നീ ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വാ. വാതിലുകൾ അടഞ്ഞിട്ടില്ല, മാനസാന്തരത്തിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല. കർത്താവ് വരുവാൻ താമസമുള്ളത് കൊണ്ട് മാത്രം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലാം, ഏറ്റുപറയാം, കർത്താവേ എന്നിലൊരു തെറ്റുണ്ടായി, നീ എന്നോട് ക്ഷമിക്കണം. അവൻ തീർച്ചയായിട്ടും പൊറുക്കുന്നവനാ, അവൻ മാറോട് ചേർക്കുന്നവനാ, അവൻ നമ്മളെ കരുതുന്നവനാ. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ. ആ ഹാഗാർ കണ്ണുകളെ തുറന്നു, നീരുറവെ കാണുകയാ. മറ്റൊരു പോയിന്റ് പ്രിയമുള്ളവരെ, God is everywhere when we open our eyes to see him. എന്ത്? കണ്ണു തുറന്ന് നാം ദൈവത്തെ കാണണം. ഉൽപ്പത്തി 21:18 എഴുതിയിരിക്കുന്നത്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, അവനൊരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അത്ഭുതങ്ങളെ അടയാളങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. പലരുടെയും കണ്ണ് അടഞ്ഞിരിക്കുക, ഭൗതിക കണ്ണടഞ്ഞ തുറന്നായിരിക്കുന്നു, പക്ഷെ ആത്മീയ കണ്ണടഞ്ഞിരിക്കുക. അന്തർദൃഷ്ടി തുറക്കണം. ഇവിടെ നമുക്കറിയാം, അവളുടെ കൈ ഉണ്ടായിരുന്ന അപ്പം തീർന്നു, വെള്ളം തീർന്നു. ഹാഗാറിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. എന്നാൽ കൈവിടാത്ത ഒരു ദൈവം, എന്ത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അവളുടെ വിശ്വാസത്തിൽ, അവളുടെ പ്രയാസത്തിൽ, അവളുടെ ദുഃഖവേളയിൽ, അവളുടെ ഏറ്റവും പ്രതിസന്ധിയിൽ എന്തെടുത്തു? അവൾക്ക് വേണ്ടി വഴികളെ തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, നിന്റെ വഴിയും നീ കർത്താവ് തുറക്കും. നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം. നിരാശയിലേക്ക് പോകാനല്ല, ദുഃഖത്തിൽ പോകാനല്ല, മറിച്ച് വിശ്വാസം വർദ്ധിപ്പിക്ക്. നിന്റെയും കണ്ണ് തുറക്കുവാൻ കർത്താവേ എന്റെയും കണ്ണുകളെ തുറക്കണമേ, കർത്താവേ എന്റെ അനുഗ്രഹങ്ങളെ തുറക്കണമേ. പലരെയും സാത്താൻ കേട്ടിയിട്ടിരിക്കുക, അവർക്ക് കൈയും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം കണ്ണ് തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 21:19 എഴുതിയിരിക്കുന്ന, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു തീരറവ് കണ്ടു. പ്രിയരെ, പ്രശ്നങ്ങൾ നമ്മൾക്ക് വലുതാണ്. എന്നാൽ ഉത്തരം എത്തുന്ന ഉത്തരം എവിടെ കിടക്കുക? അത് കൈയെത്തുന്ന ദൂരത്താ. ഈ നീരുറവിൽ തന്നെ അടുത്താണ് അവൾ നിൽക്കുന്നത്, പക്ഷെ അവൾക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്കറിയാം, അവൾ അത് ശ്രദ്ധിച്ചില്ല, അവൾ അത് കണ്ടില്ല. എന്നാൽ നന്മകളെ കാണുവാൻ, അത്ഭുതങ്ങളെ കാണുവാൻ, രോഗസഖ്യം കാണുവാൻ, പ്രിയമുള്ളവരെ അനുഗ്രഹങ്ങളെ കാണുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കണ്ണുകൾ തുറക്കണം. പലരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല. അവരുടെ മുഖം, ബൈബിൾ എന്താ പഠിപ്പിക്കുന്ന? സങ്കീർത്തനം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിന്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയണം. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകുന്നതല്ല. നമുക്കറിയാം, പലരുടെയും കണ്ണ് തിമിരം ബാധിച്ചിരിക്കുക. ലോകവും പാപങ്ങളും ജഡമോഹങ്ങളും അതുപോലെ തന്നെ കൺമോഹങ്ങളെല്ലാം കൊണ്ട് അവിടെ ദർശിക്കാൻ കഴിയുന്നില്ല. സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ചലാഗയ ചക്ഷു സിന്മീലിതം ഏന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇവിടെ എന്താണ് പ്രശ്നം? പ്രിയമുള്ളവരെ, അതെ, കണ്ണ് തിമിരം ബാധിച്ചിരിക്കുക. ആ കണ്ണ് വചനമാകുന്ന ഔഷധം കൊണ്ട് കണ്ണ് തുറക്കണം. കണ്ണ് തുറന്ന ദൈവത്തെ നീ കാണണം. വചനമാകുന്ന ഔഷധം നിന്റെ കണ്ണിൽ ആകുമ്പോൾ എന്ത്? നിന്റെ അന്തർദൃഷ്ടി തുറക്കപ്പെടും. നീരുറവെ കാണുവാൻ കഴിയും, അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും, നിനക്ക് പ്രോസ്പെരിറ്റിയെ കാണുവാൻ കഴിയും, രോഗസൗഖ്യം കാണുവാൻ കഴിയും. ഇവിടെ നീരുറവെ കാണാൻ നമുക്ക് കഴിയണം. നിന്റെ പ്രതിസന്ധിയിൽ മാറും, നിരാശകൾ മാറും, അങ്ങനെ കാണുവാൻ കഴിയും. ഹാഗാർ പറയുന്നു, എന്താണ് പറയുന്നത്? എന്നെ താങ്ങിയത്, ഹാഗാർ പറയാ,
ആകാറിന്റെ സാക്ഷ്യം. എന്നെ താങ്ങിയത്, എന്നെ രക്ഷിച്ചത്, എന്നെ കാണുന്ന ദൈവമാണ്. അവൾ ഈ ദൈവത്തെ മരുഭൂമിയിൽ കണ്ടു. പ്രിയമുള്ളവർ, ആ കർത്താവിനായി നമുക്ക് ജീവിക്കാം. ആ കർത്താവിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അവനെ കാണുവാൻ നമുക്ക് കഴിയട്ടെ. പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിൽ ആ കർത്താവ്, മരുഭൂമിയിൽ കടന്നു വന്ന കർത്താവ് നമ്മയും താങ്ങും. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സായം സന്ധ്യയിൽ കേൾപ്പിച്ച വചനത്തിനായി സ്തുതിക്കുന്നു. ഓരോരുത്തരും അനുഗ്രഹം നൽകുവാൻ കർത്താവെ സഹായിക്കണം. ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടാൽ സ്തുതിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.